ഗുഡ് മോർണിംഗ്. മീര വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ആദ്യമായിട്ടിടുന്ന വീഡിയോ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇതിടണ്ടേ, അതുകൊണ്ട് ഞാനിന്നിപ്പം ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇടുന്നത്. എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇഡലിയും ചമ്മന്തിയാണ്. ഞാൻ രാവിലെ എണീറ്റുടനെ ചെയ്യുന്നത് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കും കുടിക്കാനുള്ള. അപ്പം വെള്ളം തിളച്ചു, അത് കഴിഞ്ഞിട്ട് ഞാൻ ജീരകവെള്ളമാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് ചമ്മന്തിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ജാറിലോട്ട് കുറച്ച് തേങ്ങയും ഉള്ളിയും ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ടായിരുന്നു. എന്നിട്ട് അതിന് നല്ലപോലെ അരച്ചെടുക്കും. എല്ലാവർക്കും ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാം, ഞാൻ പറഞ്ഞില്ലേ. ഇത് ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട്, എന്തിടണം എന്നുള്ളത് ഒന്നും അറിഞ്ഞുകൂടാത്തൊരു അവസ്ഥ. അപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്നും പറഞ്ഞിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചത്. ചമ്മന്തിക്ക് ജാറിനകത്തോട്ട് തേങ്ങയും മുളകും ഉള്ളിയും എല്ലാം ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്തു. ഇത് എല്ലാവരും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. കാരണം ഞാനിത് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ചാനലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട് എനിക്ക്. എന്ത് പറയണം, എന്ത് പറഞ്ഞാൽ ശരിയാവും എന്നൊന്നും അറിഞ്ഞുകൂടാത്തൊരവസ്ഥ. ഞാനൊരു ഹൗസ് വൈഫാണ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ടെൻഷൻ സംസാരിക്കാനൊക്കെ. അത് കഴിഞ്ഞിട്ട് മിക്സിയിൽ അത് വെച്ച് നല്ലപോലെ അരച്ചെടുത്തു. തേങ്ങ അരച്ചെടുത്തതിന് ശേഷം ചമ്മന്തിക്ക് കടുക് വറുത്ത്. എല്ലാവർക്കും അറിയാം ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെറുതെ ഒന്ന് ചാനൽ തുടങ്ങിയപ്പോൾ എന്തെങ്കിലും ഇടണ്ടേ, അതുകൊണ്ട് ഇട്ടതാ. ചമ്മന്തി നല്ലപോലെ അരച്ചെടുത്തു. എന്നിട്ട് അതിന് ശേഷം കുറച്ച് ഉള്ളിയും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കടുകും എല്ലാം കൂടി ചീനച്ചട്ടിയിലോട്ടിട്ട് കടുക് വറുത്തിട്ട് ഈ അരച്ച് വെച്ച തേങ്ങ അതിനകത്തോട്ട് ഒഴിച്ച് താളിച്ചിങ്ങെടുക്കും. ചൂടായാൽ മതി, തിളയ്ക്കണ്ട. എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇട്ടതുമില്ല. അതൊക്കെ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ചമ്മന്തി ഒന്ന് ചൂടായിട്ടൊന്ന് എടുത്താൽ മതി. അത് പിന്നെ ഇഡലിയുടെ മാവ് ഇഡലി തട്ടിലോട്ട് കോരി ഒഴിച്ച്, ഞാൻ നല്ലെണ്ണയാണ് ഇഡലി തട്ടിൽ തേക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് പറ്റിപ്പിടിക്കാതെ പെട്ടെന്ന് ഇളകി വരും. മാവ് ഒരു ശകലം പോലും അതിൽ പറ്റിപ്പിടിക്കത്തില്ല തട്ടിൽ. അപ്പം അത് ഇളകി വരും. അതുകൊണ്ട് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇഡലിത്തട്ടിലോട്ട് മാവ് നല്ലപോലെ ഇളക്കിയിട്ട് ഇഡലിത്തട്ടിലോട്ട് കോരി ഒഴിക്കുക. ഇത് ഞാൻ ഒരുമിച്ച് ആട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും മാവ്. 2-3 പാത്രങ്ങളിലാക്കി അങ്ങ് വയ്ക്കും. ആവശ്യത്തിനനുസരിച്ച് ഓരോതായിട്ട് എടുക്കും. ഉപ്പൊക്കെ ഇട്ടാണ് വെച്ചേക്കുന്നത്. അന്നേരം ഇഡലിത്തട്ടിലോട്ട് മാവ് കോരി ഒഴിച്ച് ഇഡലിക്കുട്ടത്തിനകത്ത് വെച്ച് ഇഡലി റെഡിയാക്കി എടുക്കും. ആവി കയറ്റി ഒരു 15 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേക്ക് അത് റെഡിയാവും. അത് പാല് വന്നായിരുന്നു. ഇനി പാല് കാച്ചണം.
അപ്പോഴത്തേക്കും വെള്ളം തിളച്ചു. കുറച്ച് ജീരകമാണ് ഇടുന്നത് അതിനകത്ത്. ജീരകം വിട്ട് തിളപ്പിച്ചാണ് ഇവിടെ വെള്ളം എടുക്കുന്നത്. പാല് പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അതിന് അപ്പുറത്തെ അടുപ്പിലോട്ട് പാല് കാച്ചാൻ വേണ്ടി വയ്ക്കുക. വെള്ളം തിളച്ചു. ഗ്യാസ് ഓഫ് ചെയ്തു. അതിൻ്റെ അടുത്തത് പാലടുപ്പിലോട്ട് വെച്ചു. അത് തിളച്ചു. അപ്പോഴത്തേക്ക് ഇഡ്ഡലിയായി. ഇഡ്ഡലി തട്ട് കുറച്ച് വെള്ളം തിളച്ചിട്ട് അത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇളക്കി വെച്ചു. ഇഡ്ഡലി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ചമ്മന്തിയും ഇഡ്ഡലിയും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായം കമൻറ്റ് ചെയ്യണം. എനിക്ക്